പൊന്നോ പൊന്നോ വന്ന് ചായ കുടിക്കേ. ഇവള് ഇത്രയും നേരം കിടക്കുക. ഇടി, നിന്റെ അടുത്തല്ലേ ഞാൻ എണിച്ച് കുളിക്കാൻ പറഞ്ഞത്? നിനക്ക് പീരിയഡ്സ് ആയിട്ട് നിനക്ക് രണ്ടല്ലേ? ഇത്ര നേരം വരെ പെൺകുട്ടികൾ കിടക്കാൻ പറ്റുമോ? നേരത്തെ എണിച്ച് കുളിക്കണം. ഓ, ഇതിനൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നത്? തലയ്ക്ക് കേറണ്ടേ? അമ്മ, എനിക്ക് നല്ല വയറുവേദന ഉണ്ട് അമ്മ. ഞാൻ കുറച്ച് മിനിറ്റ് എണീച്ച് കുളിച്ച് ചായ കുടിച്ചോളാം. നിലത്ത് കിടന്നിട്ടാണെങ്കിൽ ഇവിടൊക്കെ വേദനയാണ് അമ്മ. ഞാൻ കുറച്ച് മിനിറ്റ് ചായ ഒക്കെ കുടിച്ചോളാം. കുറച്ച് നേരം കൂടി കിടന്നോട്ടെ. പീരിയഡ്സ് ആയി കഴിഞ്ഞാലേ ഇത്രയും നേരം വന്ന് പെൺകുട്ടികൾ ഉറങ്ങാൻ പറ്റില്ല. നേരത്തെ എണിക്കണം. നേരത്തെ എണിച്ച് കുളിച്ച് ഈ തൊട്ടപ്പായും തലയാണയൊക്കെ എടുത്ത് പുറകെ വെക്കണം. എന്നിട്ട് 3 കുളിച്ച് കഴിഞ്ഞാലേ ഇതെല്ലാം എടുത്ത് നനയ്ക്കുക. നീ എനിക്ക് അടിച്ചിട്ട് ഇതെല്ലാം മടക്കി പുറത്തുകൊണ്ട് വെക്ക്. എന്നിട്ട് കുളിച്ചിട്ട് വാ. പുറത്ത് കൊണ്ടുവയ്ക്കാനോ? പുറത്ത് കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കയറി കിടന്നാൽ എന്താക്കും? എന്തായാലും ഇതൊന്നും തൊടാണ്ടിരുന്നാ പോരെ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടേക്ക് മടക്കി വെക്കാം. ഞാൻ കുറച്ച് നേരം കൂടി കിടക്കട്ടെ അമ്മ. ഏതായാലും കട്ടിലും കൂടി കിടക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. കുറച്ച് നേരം എണീച്ച് കുളിക്കാം. ചായ പിന്നെ കുടിക്കാം. ഞാൻ കുറച്ച് നേരം കൂടി കിടക്കട്ടെ. നല്ല വേദന ഉണ്ട്. എടി പെണ്ണെ, നീ എന്താ ചെയ്യുന്നത്? നീ ഒരു കാര്യം ചെയ്യാന്നാ, ഇതങ്ങനെ തൊടാണ്ട് ഇതിലേക്ക് മടക്കി മടക്കിയുടെ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെക്കി. പിന്നെ അപ്പുറം ഇപ്പുറം ആണുങ്ങളും ആൾക്കാരൊക്കെ ഉള്ളതാ. അവരൊന്നും കേൾക്കണ്ട. കുളിക്കി അത് ഇത് പറഞ്ഞ് ഒച്ചയിടുന്നത് എല്ലാവരും അറിയും. അത് മടക്കി വെച്ചിട്ട് വന്ന് കുളിക്കി. ഞാൻ ചായ എടുത്തൊരു പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ച ചായ, ആ പാത്രം, പ്ലേറ്റ്, അതല്ലാണ്ട് അടുക്കളയിൽ വേറൊരു സാധനം തൊടാൻ പാടില്ല കേട്ടോ. 3 കഴിഞ്ഞ ശേഷം മാത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് എണിച്ചു വാ. അമ്മയുടെ പഴയ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. ഇപ്പത്തെ കാലത്ത് ഏതെങ്കിലും അമ്മമാരുണ്ടോ ഇങ്ങനെ? ദൈവമേ, ഞാനൊരു പെണ്ണെ ജനിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. മടിക്ക് വെച്ച് കുറച്ചേരം കൂടി കിടന്നാ മതിയ. ഞാൻ എവിടെ കൊണ്ടുവയ്ക്കാനാ? ചെയ്യാനാ എന്റെ ദൈവമേ. അമ്മയെ കഴിക്കാൻ എന്താ എടുക്കുവോ? അതാ കൊണ്ടുവരാ. ഇനി അടുക്കളയ്ക്ക് കയറി വരണ്ട. ഉപ്പുമാവ് തിന്നാനാ? ഉപ്മാവ് കഴിക്കുക. അതല്ലേ രാവിലെ നല്ലത്. ഗോതമ്പ്, ഇങ്ങനെയുള്ള സമയത്ത് ഗോതമ്പ്, മുത്താരെ കഴിച്ചാൽ ശരീരത്തിന് നല്ല ബലം കിട്ടും. പിന്നെ മുട്ട, നല്ലെണ്ണ, അതെല്ലാം കുടിച്ചാൽ നല്ലതാ മോളെ. നീ ചെറിയ കുട്ടിയല്ലേ, ശരീരം നല്ല ബലം കിട്ടും. കഴിച്ചിട്ട് പ്ലേറ്റുകളെല്ലാം കഴുകിയിട്ട് മോൾ പായ വെച്ചിട്ടില്ലേ, അവിടെ ഇതെല്ലാം കമഴ്ത്തി വെക്കിട്ടോ. ഇനി അമ്മ ബാങ്കിലേക്ക് വന്നിട്ട് ചോറ് തരുമ്പോൾ അതെടുത്ത് മോളോട് വെച്ചാൽ മതി. അമ്മ അതിൽ ചോറ് വിളമ്പിയിട്ട് അതിൽ കൊട്ടിത്തരാം കേട്ടോ. പിന്നെ പുറത്ത് പണിക്കാരും ആൾക്കാരൊക്കെ ആണുങ്ങളൊക്കെ ഉള്ളതാ. മോൾ അങ്ങോട്ടൊന്നും പോകണ്ട. കുഴൽ ചവിട്ടിയിട്ടിട്ടുണ്ട്, അതിൽ ചവിട്ടുക തട്ടുക മുട്ടുക ഒന്നും വേണ്ട. സോഫയിൽ ഇരിക്കണ്ട കേട്ടോ. പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? അതിനനുസരിച്ച് ചെയ്യണം. TV കാണാൻ കുറച്ച് നേരം. അയ്യോ, സോഫയിലിരുന്ന് അമ്മ വഴക്ക് പറയൂ. നിലത്തിരുന്നാലോ? ഇരിക്കാൻ കഴിയില്ല. കുറച്ചേരം പത്രമെങ്കിലും വായിക്കാം. ചവിട്ടരുതല്ലേ അമ്മ പറഞ്ഞത്? ഇന്നത്തെ പത്രം തന്നെയാണോ?
പത്രത്തിൽ തൊടണ്ടാന്നും പറയോ? എന്തായാലും ഈ അമ്മേന്റെ സ്വഭാവം എന്തായാലും ഒന്ന് മാറ്റി കിട്ടണം. എന്നാലും എനിക്ക് ഇവരുടെ ഇടയിൽ നിൽക്കാൻ പറ്റും. ഇവളെവിടെ പോയി? പൊന്നോ, 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 ഞാൻ ബാങ്കിലേക്ക് വേണം, വാതിലടച്ച് അകത്തിരുന്നോട്ടാ. നീ ഇവിടെ വന്നിരിക്കുക? എടി, എന്നിട്ട് എത്ര പറയുന്നു പീരിയഡ്സ് ആയി കഴിഞ്ഞ പെൺകുൾ പുറത്തൊന്നും ഇറങ്ങരുത് എന്നുള്ളത്? ഓ, എന്തൊരു കാലമാണ് ഇത്. ഞങ്ങളൊക്കെ 3 ദിവസം അകത്ത് ഇങ്ങനെ പുറത്ത് ഇറങ്ങില്ല. എന്റെ അമ്മ ഈ മക്കളടുത്തേക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? അകത്ത് പോടിയുണ്ട്, വാതിലടിക്കടിയുണ്ട്. ഞാൻ വരുന്നവരോടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലേ. ഓ, ഇതെന്തൊരു കാലമാണപ്പാ. നമ്മളൊന്നും ഇങ്ങനെയല്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അച്ഛനോ ആങ്ങളമാരെങ്കിലും ഉണ്ടെങ്കിൽ അതേ മാറിപ്പോവുക. അവര് മുഖത്ത് പോലും നോക്കില്ല. ഇപ്പൊ ഒരു നാണമില്ല, മാനമില്ല, ഒന്നുമില്ല. ആരാണെങ്കിലും വേണ്ടില്ല ഇങ്ങനെ വന്ന് മുഖത്ത് നോക്കിയിരിക്കേനെ. ഇതാരെയും പുറത്ത് കാണുന്നില്ല. പൊന്നു, പൊന്നു, എന്താ മോളെ കിടക്കുന്നത്? നിലത്തെന്താ കിടക്കുന്നത്? ഇത് സുഖമില്ലേ? സുഖമില്ലായിട്ടല്ല ആന്റി, എനിക്ക് വയറുവേദന. വയറുവേദനയാണെന്ന് പറഞ്ഞിട്ട് മോൾ ഇവിടെയാണോ കിടക്കുന്നത്? കട്ടിലിൽ പോയി കിടന്നൂടെ? എവിടെ അമ്മയുടെ? അമ്മ ബാങ്കിൽ പോയതാ ആന്റി. ഇങ്ങനെയുള്ള സമയത്ത് അമ്മ കട്ടിലൊന്നും കിടക്കാൻ സമ്മതിക്കില്ല, എവിടെയും തൊടാനും സമ്മതിക്കില്ല. അതാ ഞാൻ ഇവിടെ കിടന്നത്. കട്ടിലിൽ കിടക്കാൻ അവൾ സമ്മതിക്കില്ല? അയ്യോ, നിന്റെ അമ്മന്റെ പഴഞ്ച സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലേ മോളെ? നിന്റെ അമ്മനെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്തേ അവൾ എന്താ ചെയ്യാ? ഒരു പഴയ പായ വിരിച്ച് നിലത്ത് കിടക്കുക. കട്ടിലിൽ കിടക്കാൻ പറഞ്ഞാൽ കിടക്കില്ല. 4 ദിവസം വരയ്ക്കും അടുക്കളയിൽ ഒന്നിനും അവള് വരില്ല. എല്ലാം ഞങ്ങൾ വെച്ചുണ്ടാക്കി അവളുടെ അടുത്തുകൊണ്ട് കൊടുക്കണം. എൻ്റെ അമ്മ ഇങ്ങനെ വഴക്ക് പറയും. ഞങ്ങൾക്ക് ഇവിടുത്തെ അങ്ങനെ ശീലമൊന്നും ഇല്ല മോളെ. ഞങ്ങൾക്ക് വല്ല വയറുവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ പറയും റെസ്റ്റ് എടുത്തോളേന്ന്. ഇപ്പൊ എന്നിട്ട് ഇവള് ഇനി ഇതും കൊണ്ട് പിന്തുടർന്നുകൊണ്ട് പോവുക. ഇനി മോളിപ്പോ എത്ര കാലം ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും? എന്തായാലും നിന്റെ അമ്മനെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. നിന്റെ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല അവളെ. എന്റെ കുട്ടി വയറുവേദന പക്ഷെ നിലത്ത് കിടക്കുക. അമ്മ വരുന്നത് വരെ എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും ഇവിടെ നിന്ന് എടുത്ത് കുടിക്കാൻ പറ്റില്ല. ആ റൂമിൽ ഇടുക്കിൽ എനിക്ക് പായം വെച്ച് കിടക്കാൻ കഴിയാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ ഹാളിൽ വന്ന് ഒത്തിരിക്കുന്നത്. പീരിയഡ്സിന് ഇത്രയും വലിയ അപകടകാരിയാണ് നിന്റെ അമ്മ കാണുന്നത് മോളെ. നമ്മുടെ നാട്ടിലെ പീരിയഡ്സ് അവിടുത്തെ എത്ര പെൺകുട്ടികളുണ്ടറിയോ? അവർക്ക് എത്ര ഡോക്ടർമാരെയാ കാണുന്നത്. പീരിയഡ്സ് ആയിട്ടില്ലെങ്കിലേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് ഗർഭിണിയാവോ? അത് പ്രസവിക്കോ? അതൊക്കെയാണ് നിന്റെ അമ്മയ്ക്ക് വേണ്ടത്. ഇതൊക്കെ എന്തിനറിയാം ആന്റി മോളോട് പറയുന്നത്? മോള് വളർന്നു വരുന്ന കുട്ടിയാ. ഇനി ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. ഈ അമ്മന്റെ പഴഞ്ഞ സ്വഭാവം കൊണ്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിലേ എവിടെ പോയാലും ജീവിക്കാൻ പറ്റില്ല. ഇത് എവിടെ പോയാലും മോൾ ഇവന് ഇങ്ങനെ തന്നെയാവും. പീരിയഡ്സ് ഒക്കെ അയ്യോ അവിടെ തൊടാൻ പറ്റില്ല, ഇവിടെ തൊടാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. മോളെ, ഈ സ്വഭാവം പാടെ അങ്ങ് മാറ്റുക. നിന്റെ അമ്മനെ മോളായിട്ട് മാറ്റിയെടുക്കുക. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ അവൾ എന്നെ പറയും പരിഷ്കാരിയാണ്, ഞങ്ങളുടെ വീട്ടിലേക്ക് മാറ്റാൻ മതിരിക്കണമെന്ന്. അല്ലെങ്കിൽ തന്നെ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ. മോളൊരു കാര്യം ചെയ്, ഇതൊന്നും നോക്കണ്ട. നിനക്ക് ചായ വേണോ? ചായ ഉണ്ടാക്കി കുടിക്കുക. വയറുവേദന ഉണ്ടെങ്കിൽ മാത്രം മോള് റെസ്റ്റ് എടുക്കുക, ഒരു ഭാഗത്ത് വരിക. കട്ടിലേ കിടന്നോ, താഴെയൊന്നും കിടക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ കട്ടിലിൽ കിടക്കാൻ പറ്റില്ല, അച്ഛന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല, ആങ്ങളമാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇതൊക്കെ എവിടെ എഴുതി വെച്ച നെയ്മോ നിന്റെ അമ്മ പറയുന്നത്? അച്ഛനും അമ്മയും ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം കൂടി ചേർന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. നിന്റെ അമ്മനെ മാറ്റിയെടുക്കേണ്ട സമയമായി മോളെ. പിന്നെ ആന്റി പോകട്ടെ കേട്ടോ, വന്നിട്ട് ഒരുപാട് സമയമായി. എന്നാലും നിന്റെ അമ്മനെ കാണാൻ പറ്റിയില്ലല്ലോ. അമ്മ വരും വൈകിയായിരിക്കും അല്ലേ? ആന്റിക്ക് അമ്മ വന്നിട്ട് പോയാ പോരെ? ഞാനൊന്നും പറഞ്ഞ അമ്മ എന്തായാലും കേൾക്കൂല. എനിക്കാവൂല ആന്റി ഇങ്ങനെയുള്ള ദിവസങ്ങൾ മാറി നിൽക്കാൻ. ആന്റി ഒന്ന് പറയോ? മോളെ, നിന്റെ അമ്മനെ മാറ്റിയെടുക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. ആന്റി ഒരു ഐഡിയ പറഞ്ഞുതരാം, അത് നീ ചെയ്താൽ മതി. എന്താ ആന്റി പോട്ടെ.
ഈ വാതിലൊക്കെ തുറന്നു കിടക്കണ പുറത്തിലുള്ളത്? പൊന്നു, നീ എന്താ ചെയ്യുന്നത്? അടുക്കള കയറേ, ഇവിടെയൊക്കെ ശുദ്ധീകരണാക്കിയോ? നിനക്ക് ആര് പറഞ്ഞത് ഈ കുർത്ത കെട്ടവളെ? നീ എന്താണ് ഈ ചെയ്തത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് പോയത് റൂമിൽ വാതിൽ അടച്ചിരിക്കെ. നീ പാത്രത്തിലൊക്കെ തൊട്ടു, ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തു. ഈശ്വരാ, ഒക്കെ അശുദ്ധിയാക്കിയല്ലേ ഇവിടെ. എന്ത് അശുദ്ധിയായിന്നാ അമ്മ ഈ പറയുന്നേ? ഒന്നും അശുദ്ധിയായിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോളെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞാലല്ലേ അമ്മയ്ക്ക് അശുദ്ധിയാവുള്ളൂ. ഇനി ഞാൻ പറയാണ്ടിരുന്നാലോ?